മക്കളെ. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് തുടങ്ങിയവയുടെ ഡിസ്കവറിയും അതേപോലെ ആറ്റത്തിൻ്റെ മോഡലുകളെക്കുറിച്ചുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അങ്ങനെ പഠിച്ച് നമ്മൾ റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ വരെ എത്തി നിൽക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് നിങ്ങൾ പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ്, 9th കേട്ടിട്ടുണ്ടാവും. റുദർഫോർഡിൻ്റെ മോഡൽ കഴിഞ്ഞ് റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ ഒരു പരാജയമായതുകൊണ്ട് അടുത്തതായിട്ട് വന്ന മോഡലാണ് ബോർ മോഡൽ ഓഫ് ആറ്റം അല്ലേ. പക്ഷേ അതിനു മുന്നേ നമുക്ക് സയൻസിൻ്റെ ഫീൽഡിലുണ്ടായ വേറെ ചില ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നീൽസ് ബോറിൻ്റെ ആറ്റം മോഡലിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ പറ്റിയിട്ടാണ്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ജെയിംസ് മാക്സ്വെൽ എന്ന സയൻറ്റിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഈ ജെയിംസ് മാക്സ്വെല്ലിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി അനുസരിച്ച് ചാർജുള്ള ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് 2 തരത്തിലുള്ള റേഡിയേഷൻസ് പുറത്തുവിടും. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഇലക്ട്രിക് റേഡിയേഷൻസും 2 മാഗ്നറ്റിക് റേഡിയേഷൻസും. അപ്പോൾ ഈ 2 റേഡിയേഷൻസും പ്രൊഡ്യൂസ് ചെയ്യുകയും പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ഈ റേഡിയേഷനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ വൈദ്യുത കാന്തിക തരംഗങ്ങൾ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. അപ്പോൾ വെൻ ഇലക്ട്രിക്കലി ചാർജ് പാർട്ടിക്കിൾ മൂവ്സ് അണ്ടർ ആക്സിലറേഷൻ, alternating electrical and magnetic fields are produced and transmitted. These fields are transmitted in the form of waves called electromagnetic waves or electromagnetic radiations. അത് പറഞ്ഞാൽ എന്താണ്? ഈ ഫീൽഡ്, അതായത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡുകൾ തരംഗ രൂപത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിവരെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എന്ന് വിളിക്കുന്നത്. ഷോർട്ടായിട്ട് നമ്മൾ EMR എന്നും ഉപയോഗിക്കും. ഓക്കെ, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The oscillating electric and magnetic fields are perpendicular to each other and both are perpendicular to the direction of propagation of the wave. അതായത് ഈ ഉണ്ടായിരിക്കുന്ന ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് പരസ്പരം പെർപെൻഡിക്കുലറാണ്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലംബം അല്ലേ. പരസ്പരം പെർപെൻഡിക്കുലറാണ്. അത് മാത്രമല്ല, ദേ ആർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആ ദിശയ്ക്കും പെർപെൻഡിക്കുലറാണ്. അപ്പോൾ അത് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഈ ചിത്രം കണ്ടാൽ നമുക്ക് വളരെ ക്ലിയർ ആണ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അങ്ങനെയാണ് കണ്ട പരസ്പരം പെർപെൻഡിക്കുലറാണ്. ബ്ലൂ കളറിൽ കാണുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്, നമ്മുടെ റെഡ് കളറിൽ കാണുന്നത് പിന്നെ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെയാണ്? പരസ്പരം പെർപെൻഡിക്കുലറാണ്. കണ്ട ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഏതാണെന്ന് കണ്ടില്ലേ? ഇതാണ് ആ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും അവർ രണ്ടുപേരും പെർപെൻഡിക്കുലറാണ്. ഇനി അടുത്ത പ്രത്യേകത, ദി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഡു നോട്ട് റിക്വയർ എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ ആൻഡ് ക്യാൻ മൂവ് ഇൻ വേക്വം. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് സഞ്ചരിക്കാൻ ഒരു മീഡിയത്തിൻ്റെ ആവശ്യം ഇല്ല. അവർക്ക് ശൂന്യതയിലൂടെ സഞ്ചരിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനും ഒരേ വെലോസിറ്റിയാണുള്ളത്. ദേ ഓൾ ട്രാവൽ വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഓഫ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താണ് അത്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ആ സ്പീഡ് തന്നെയാണ് എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനും ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ പ്രത്യേകത. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെല്ലാം തന്നെ നമ്മളൊരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് പറയാം, ഒന്നില്ലെങ്കിൽ ഒരു വേവ് ലെങ്ത്തിൻ്റെ ഇൻക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഓർഡറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അപ്പോൾ വാട്ട് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം? ഇറ്റ് ഈസ് എ സീരീസ് ഇൻ വിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആർ അറേഞ്ച്ഡ് in the increasing order of their wavelength or decreasing order of frequency. ഇവിടെ പ്രധാനപ്പെട്ട ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എന്ന് പറയുന്നത് കോസ്മിക് റേസ്, ഗാമ റേസ്, എക്സ് റേസ്, UV റേസ്, വിസിബിൾ ലൈറ്റ്, അതുപോലെ IR റേസ്, മൈക്രോവേവ്സ്, റേഡിയോ വേവ്സ് ഒക്കെയാണ്. അപ്പോൾ ഇതിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ വേവ് ലെങ്ത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. ഫ്രീക്വൻസി ആണെങ്കിലോ ഡിക്രീസ് ചെയ്ത് വരും. അപ്പോൾ ഈ സ്പെക്ട്രം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ആർക്കാണ്? റേഡിയോ വേവ്സിനാണ് അല്ലേ. ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത് കോസ്മിക് റേസിന്. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ആർക്കാന്ന് ചോദിച്ചാൽ അതാർക്കാണ്? കോസ്മിക് റേസിനാണ്. ഇനി നോക്കൂ, ആ UVയുടെയും IRൻ്റെയും ഇടയിലുള്ളൊരു പോർഷൻ, അതാണ് വിസിബിൾ ലൈറ്റിൻ്റെ സ്ഥലം.
അതിലാണ് നമ്മുടെ വിബ്ജിയോർ ഉള്ളത്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഒക്കെ ഉള്ളത്. അവരുടെ വേവ് ലെങ്ത് കണ്ടോ 400 നാനോമീറ്ററിൻ്റെയും 750 നാനോമീറ്ററിൻ്റെ ഇടയിലാണ് ഈ കളേഴ്സിൻ്റെ വേവ് ലെങ്ത് കിടക്കുന്നത്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസിനെ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, വേവ് ലെങ്ത്. ലാംഡ എന്നാണ് വേവ് ലെങ്ത്തിനെ റെപ്രസെൻ്റ് ചെയ്യുക, ഗ്രീക്ക് ലെറ്ററായ ലാംഡ. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ക്രസ്റ്റ് ഓർ ടു അഡ്ജസൻറ്റ് ട്രഫ്സ്. ഒരു വേവിലെ രണ്ട് സക്സസീവായിട്ടുള്ള ക്രസ്റ്റുകളുടെയോ അല്ലെങ്കിൽ രണ്ട് ട്രഫുകളുടെയോ ഇടയിലുള്ള ദൂരത്തെയാണ് നമ്മൾ വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ക്രസ്റ്റും ട്രഫും? ഈ ക്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഉയർന്നു നിൽക്കുന്ന ഈ ഭാഗത്തെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുക, ഈ താഴെയുള്ള ഈ ഭാഗത്തെ നമ്മൾ ട്രഫ് എന്നും പറയും. അങ്ങനെ രണ്ട് അടുത്തടുത്തുള്ള ക്രസ്റ്റുകൾക്കിടയിലോ അല്ലെങ്കിൽ രണ്ട് അടുത്തടുത്തുള്ള ഇങ്ങനെയുള്ള ട്രഫുകൾക്കിടയിലുള്ള ഈ ഡിസ്റ്റൻസിനെ നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നു. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ആണ്. മറ്റൊരു ടേമും കൂടി നിങ്ങൾക്ക് ഒരു ചിത്രത്തിൽ കാണാൻ സാധിക്കും, ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ ട്രഫിൻ്റെ ഹൈറ്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് അടുത്ത ടേമിലേക്ക് കിടക്കാം. ഫ്രീക്വൻസി. ഫ്രീക്വൻസി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് മറ്റൊരു ഗ്രീക്ക് ലെറ്ററായ ന്യൂ ഉപയോഗിച്ചാണ്, NU, ന്യൂ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് വേവ്സ് പാസിംഗ് ത്രൂ എ ഗിവൺ പോയിൻ്റ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു പോയിന്റിലൂടെ എത്ര വേവുകൾ കടന്നു പോകുന്നു, അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹേർട്സ് ആണ്. സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഹെൻറിച്ച് റുഡോൾഫ് ഹേർട്സിൻ്റെ ബഹുമാനാർത്ഥാണ് ഫ്രീക്വൻസിക്ക് ഈ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അടുത്ത ടേം നോക്കാം, വേവ് നമ്പർ. വേവ് നമ്പറിനെ നമ്മൾ ന്യൂ ബാർ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഫ്രീക്വൻസി നമ്മൾ ന്യൂ എന്ന് റെപ്രസെൻറ്റ് ചെയ്തില്ലേ, അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു ഡാഷ് ഇടുക. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് വേവ് ലെങ്സ് പെർ യൂണിറ്റ് ലെങ്ത്. അതായത് ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു മീറ്ററിൽ എത്ര വേവ് ലെങ്ത്തുകൾ വരുന്നുണ്ട് ആ എണ്ണത്തിനെയാണ് നമ്മൾ വേവ് നമ്പർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് വേവ് ലെങ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത്. ദാറ്റ് ഈസ് ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1/λ. ഇറ്റ്സ് യൂണിറ്റ് എന്താണ്? മീറ്റർ റേസ് ടു -1 ഓർ സെൻറ്റിമീറ്റർ റേസ് ടു -1. ലാംഡയുടെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു മീറ്റർ സെൻറ്റിമീറ്റർ ഒക്കെയാണ്. അപ്പോൾ 1/മീറ്റർ അല്ലെങ്കിൽ 1/സെൻറ്റിമീറ്റർ എന്ന് വരുമ്പോൾ ന്യൂ ബാറിൻ്റെ യൂണിറ്റ് എന്ത് വരും? മീറ്റർ റേസ് ടു -1 അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ റേസ് ടു -1. ഇനി നമുക്ക് അടുത്തതായിട്ട് ഫ്രീക്വൻസിയും ലൈറ്റിൻ്റെ വെലോസിറ്റിയും അതുപോലെ വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ നോക്കാം. ന്യൂ, സി ആൻഡ് ലാംഡ തമ്മിലുള്ള റിലേഷനാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള റിലേഷനാണ്. പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിലേഷനാണിത്. സി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ. നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. സി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ, വേർ സി ഈസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്, ഇറ്റ്സ് വാല്യൂ ഈസ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ന്യൂ ഈസ് ദ ഫ്രീക്വൻസി ആൻഡ് ലാംഡ ഈസ് വേവ് ലെങ്ത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലാക്ക് ബോഡി റേഡിയേഷനാണ്. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ബ്ലാക്ക് ബോഡി എന്താണെന്ന് പറയുന്നതിൻ്റെ മുന്നേ നമുക്ക് സാധാരണഗതിയിൽ ഏതൊരു സബ്സ്റ്റൻസിൻ്റെ മേലെയും ഏതൊരു ബോഡിയുടെ മേലെയും ലൈറ്റ് തട്ടിയാൽ എന്താ സംഭവിക്കുക? നമുക്കറിയാം 3 കാര്യങ്ങൾ സംഭവിക്കുക. ഒന്ന്, കുറച്ച് ലൈറ്റ് ആ ബോഡി അബ്സോർബ് ചെയ്യും, കുറച്ച് ലൈറ്റ് ആ ബോഡി റിഫ്ലക്റ്റ് ചെയ്യും, കുറച്ച് ലൈറ്റിന് അതിൻ്റെ ഉള്ളിൽ കൂടെ കിടന്ന് ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ 7 കളേഴ്സ് ചേർന്നിട്ടുണ്ട് അല്ലേ, വിബ്ജിയോർ നമ്മൾ പറയും. അങ്ങനെ പലതരം വേവ് ലെങ്ത് ഉള്ള ഈ 7 കളേഴ്സ്, അത് നമ്മളിപ്പോൾ ഒരു ബോഡിയുമായിട്ട് ആ ലൈറ്റ് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, വൈറ്റ് ലൈറ്റ് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതിൽ ചില വേവ് ലെങ്ത്തിലുള്ള കളേഴ്സ് എന്ത് ചെയ്യും? ആ ബോഡി അബ്സോർബ് ചെയ്യും, ആഗിരണം ചെയ്യും. ചില കളേഴ്സിനെ ആ ബോഡി റിഫ്ലക്റ്റ് ചെയ്യും, ചില കളേഴ്സിനെ ആ ബോഡി എന്ത് ചെയ്യും? അതിലൂടെ ത്രൂ അതിൻ്റെ ഉള്ളിൽ കൂടെ കിടന്നിട്ട് പുറത്തേക്ക് കടത്തിവിടും, ട്രാൻസ്മിറ്റ് ചെയ്യും. 3 വ്യത്യാസം മനസ്സിലാക്കണം. അബ്സോർബ് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. ആ ബോഡി ഏത് കളറാണോ റിഫ്ലക്റ്റ് ചെയ്യണത് അതാണ് നമ്മൾ ആ ബോഡിയുടെ കളറായിട്ട് കാണുക. ഒരു ബ്ലാക്ക് ബോഡിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മേലെ തട്ടുന്ന എല്ലാ ലൈറ്റിനെയും അത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും, എമിറ്റ് ചെയ്യുകയും ചെയ്യും. അത്തരം ഒരു ബോഡിയെയാണ് നമ്മൾ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് ബോഡി എന്ന് പറയുമ്പോൾ അതിൽ തട്ടുന്ന എല്ലാ റേഡിയേഷൻസിനെയും അത് അബ്സോർബ് ചെയ്യും, ഒപ്പം തന്നെ അതിന് എമിറ്റ് ചെയ്യാനുള്ള കഴിവുമുണ്ട്. An ideal body which emits and absorbs all frequencies of radiations is called a black body.
മനസ്സിലായല്ലോ? an ideal body which emits and absorbs all frequencies of radiations is called a black body. ഇനി അത്തരമൊരു ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിനെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. റേഡിയേഷൻ എമിറ്റഡ് ബൈ എ ബ്ലാക്ക് ബോഡി ഈസ് കോൾഡ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദവിവരങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ നമ്മുടെ സിലബസ് പ്രകാരം പഠിക്കാനില്ല. എന്താണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്താണെന്ന് മാത്രം ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നമ്മളിനി അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. അതാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. റേഡിയൻ്റ് എനർജിയെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1900 മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് കൊണ്ടുവന്ന തിയറിയാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. പ്രധാനമായിട്ടും 3 പോയിൻറ്റുകളാണ് ഈ തിയറി പറയുന്നത്. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് റേഡിയൻ്റ് എനർജി ഈസ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് ഡിസ്കണ്ടിന്യൂസ്ലി ഇൻ ദ ഫോം ഓഫ് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി കോൾഡ് ക്വാണ്ടം. ഇതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ്. റേഡിയേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടല്ല അബ്സോർബ് ചെയ്യുന്നതും എമിറ്റ് ചെയ്യുന്നതും, പക്ഷെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് പറയാം, ഇപ്പോൾ പൈപ്പിൽ നിന്നും അല്ലെങ്കിൽ ഓസിൽ നിന്നൊക്കെ വെള്ളം വരുന്നത് പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒഴുകുന്ന ഒരു സാധനമല്ല റേഡിയേഷൻ. അദ്ദേഹം പറയുന്നത് റേഡിയേഷൻ എന്ന് പറയുന്നത് പാക്കറ്റുകളായിട്ടാണ് എമിറ്റ് ചെയ്യുകയും അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? ആ ഓരോ എനർജിയുടെ പാക്കറ്റുകളെയും നമുക്ക് ക്വാണ്ട എന്ന് വിളിക്കാമെന്നാണ് പറയുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതാ പറയുന്നത് റേഡിയൻ്റ് എനർജി ഈസ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് ഡിസ്കണ്ടിന്യൂസ്ലി ഇൻ ദ ഫോം ഓഫ് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി കോൾ ക്വാണ്ട. അപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താ വരേണ്ടത്? ചെറിയ ചെറിയ പൊതികളാണ്, ചെറിയ ചെറിയ കിഴികളാണ്. എനർജിയുടെ ചെറിയ ചെറിയ ഊർജത്തിൻ്റെ ചെറിയ ചെറിയ കിഴികളാണ്. ആ കിഴികളെ നമുക്ക് ക്വാണ്ട എന്ന് വിളിക്കാം. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ദ എമൗണ്ട് ഓഫ് എനർജി അസോസിയേറ്റഡ് വിത്ത് എ ക്വാണ്ടം ഓഫ് റേഡിയേഷൻ ഇസ് പ്രപ്പോർഷണൽ ടു ദി ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. ഇനി ക്വാണ്ടം എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ക്വാണ്ട എന്ന് പറയുന്നത് പ്ലൂറലാണ്. ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ പാക്കറ്റിൻ്റെയും എനർജി എന്ന് പറയുന്നത്, അതിൽ അടങ്ങിയിരിക്കുന്ന ഊർജം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. റേഡിയേഷൻ്റെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ആ പാക്കറ്റിലുള്ള ഊർജവും കൂടും. അപ്പോൾ എമൗണ്ട് ഓഫ് എനർജി അസോസിയേറ്റഡ് വിത്ത് എ ക്വാണ്ടം ഓഫ് റേഡിയേഷൻ. ക്വാണ്ടം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു പാക്കറ്റ്, ആ ഊർജത്തിൻ്റെ ഒരു പാക്കറ്റ്. ആ പാക്കറ്റിലുള്ള ഊർജം എത്ര ഉണ്ടാവും? ആ റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയുടെ നേരനുപാതത്തിലാണ്. ദ എമൗണ്ട് ഓഫ് എനർജി അസോസിയേറ്റഡ് വിത്ത് എ ക്വാണ്ടം ഓഫ് റേഡിയേഷൻ ഈസ് പ്രപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. അത് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഇ പ്രപ്പോർഷണൽ ടു ന്യൂ. ഇ എന്ന് പറയുന്നത് എനർജി, ആ ക്വാണ്ടത്തിലെ അല്ലെങ്കിൽ ആ പാക്കറ്റിലുള്ള എനർജിയാണ് നമ്മൾ ഇ എന്ന് റെപ്രസെൻ്റ് ചെയ്യണത്. ഇ ഈസ് പ്രപ്പോർഷണൽ ടു, പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ നേരനുപാതത്തിലാണ്, പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. അതാണ് ഇ പ്രപ്പോർഷണൽ ടു ന്യൂ എന്ന് എഴുതിയത്. ആ പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആവാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് എച്ച്. therefore E is equal to h nu. h എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി വിച്ച് ഈസ് നോൺ ആസ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഇറ്റ്സ് വാല്യൂ ഈസ് 6.625 into 10⁻34 ജൂൾ സെക്കൻഡ്. തേർഡ് പോയിന്റ് നോക്കൂ. എ ബോഡി ക്യാൻ എമിറ്റ് ഓർ അബ്സോർബ് എനർജി ഓൺലി ഇൻ ടേംസ് ഓഫ് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ക്വാണ്ടം. അതായത് ഒരു ബോഡിക്ക് പിന്നെ ക്വാണ്ടത്തിന് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ എനർജി അബ്സോർബ് ചെയ്യാനും എമിറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പറഞ്ഞു ഒരു പാക്കറ്റ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എനർജി അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ക്വാണ്ടം ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് പറഞ്ഞു അല്ലേ. അതായത് ഇപ്പോൾ അബ്സോർബ് ചെയ്യുക എമിറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ ഈക്വൽ ടു എൻ എച്ച് ന്യൂ എന്ന് പറഞ്ഞ രീതിയിലേ പറ്റുള്ളൂ. എന്നിൻ്റെ വാല്യൂ 1, 2, 3, 4 എന്ന് പറയുന്ന ഇൻഡിജേഴ്സ് ആയിരിക്കും. അതായത് ഒരു പാക്കറ്റ് അല്ലെങ്കിൽ 2 പാക്കറ്റ് 3 പാക്കറ്റ് അങ്ങനെ കൃത്യമായ പാക്കറ്റുകളെ പറ്റുള്ളൂ. അല്ലാതെ 1.5, 2.5 പാക്കറ്റ്, 3.5 പാക്കറ്റ് അങ്ങനെയുള്ള പരിപാടി അവിടെ ഇല്ല. ഹോൾസെയിൽ ആയിട്ടുള്ള കച്ചവടമുള്ള ഒരു പാക്കറ്റ് മുഴുവനായിട്ട് എടുക്കണം, അല്ലെങ്കിൽ 2 പാക്കറ്റ് മുഴുവനായിട്ട് എടുക്കണം. അതാണ് ഈ പറയണത്. ഇ ഈക്വൽ ടു എൻ എച്ച് ന്യൂ എന്നുള്ള രീതിയിൽ മാത്രമേ ഒരു ബോഡിക്ക് എമിറ്റ് ചെയ്യാനും അതേപോലെ അബ്സോർബ് ചെയ്യാനും സാധിക്കുകയുള്ളൂ.
അപ്പോൾ അതാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. എ ബോഡി ക്യാൻ എമിറ്റ് ഓർ അബ്സോർബ് എനർജി ഓൺലി ഇൻ ടേംസ് ഓഫ് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ക്വാണ്ടം. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, നമ്മളിപ്പോൾ കടയിലൊക്കെ പോയിട്ട് ഡയറി മിൽക്കൊക്കെ മേടിക്കണത് എങ്ങനെയാണ്? നമുക്ക് ഒരു പാക്കറ്റ് പല പല സൈസിലുള്ള പാക്കറ്റുകളുണ്ട് അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് ഒരു പാക്കറ്റും പിന്നെ മറ്റേ പാക്കറ്റിൻ്റെ പകുതി മതി എന്നൊന്നും പറയാൻ പറ്റില്ല. മേടിക്കുകയാണെങ്കിൽ ഒരു പാക്കറ്റ് മേടിക്കണം, അല്ലെങ്കിൽ 2 പാക്കറ്റ് അല്ലെങ്കിൽ 3 പാക്കറ്റ് മുഴുവനായിട്ട് മേടിക്കണം. അല്ല മറ്റേതിൻ്റെ പകുതി മുറിച്ച് വാങ്ങണ പരിപാടിയില്ല. അതേപോലെയാണ് ഇവിടെ ഒരു ബോഡി എനർജി അബ്സോർബ് ചെയ്യുകയും എമിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇങ്ങനെ ഓരോരോ പാക്കറ്റുകളായിട്ടാണ്. അത് കൃത്യമായ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ 2 പാക്കറ്റ് അങ്ങനത്തെ രീതിയിൽ മാത്രമേ അതിന് എനർജിയെ അബ്സോർബ് ചെയ്യാനും എമിറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ എന്നാണ് ക്വാണ്ടം തിയറി പറയുന്നത്. മക്കളെ, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 പോയിൻറ്റ്സേ ഉള്ളൂ, എന്തായാലും പഠിക്കണം. റേഡിയൻ്റ് എനർജി എമിറ്റ് ചെയ്യുന്ന അബ്സോർബ് ചെയ്യണതും വെള്ളം ഒഴുകുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ടല്ല, പക്ഷേ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ടാണ്. ആ പാക്കറ്റുകളെ നമ്മൾ ക്വാണ്ട എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ പോയിൻ്റ് എന്താ പറയണത്? ഈ ഓരോ പാക്കറ്റിലും അടങ്ങിയിരിക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ആ റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയുടെ നേരനുപാതത്തിലാണ്. മൂന്നാമത്തെ പോയിൻ്റോ, ഒരു ബോഡിക്ക് പിന്നെ എമിറ്റ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും എനർജി ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ട്, അതായത് ഓരോ കൃത്യമായ ഓരോ പാക്കറ്റുകളായിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി നല്ല പച്ച വെള്ളം പോലെ പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഈ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഒപ്പം തന്നെ വളരെ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. When light of certain frequency falls on the surface of certain metals, electrons get ejected from their surface. This phenomenon is called photoelectric effect. എന്താണ് അത് പറഞ്ഞ അർത്ഥം? ചില ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് ചില മെറ്റൽസിൻ്റെ മേലെ പതിക്കുമ്പോൾ ആ മെറ്റലിൻ്റെ ഉപരിതലത്തിൽ നിന്നും ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യും. ഇജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുറന്തള്ളും. ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പേര് തന്നെ നമുക്കൊക്കെ മനസ്സിലാവും. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഫോട്ടോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ലൈറ്റ്. അപ്പോൾ ഒരു മെറ്റലിൻ്റെ മേലെ ലൈറ്റ് തട്ടുമ്പോൾ ഇലക്ട്രോൺസിനെ പുറത്തേക്ക് വിടുക, അതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ലൈറ്റ് തട്ടുമ്പോൾ ഇലക്ട്രോൺസ് പുറത്തേക്ക് വിടുന്ന പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അത് സെൻറ്റൻസ് ആയിട്ട് എങ്ങനെ പറയാം? വെൻ ലൈറ്റ് ഓഫ് സർട്ടൈൻ ഫ്രീക്വൻസി ഫോൾസ് ഓൺ ദി സർഫസ് ഓഫ് സർട്ടൈൻ മെറ്റൽസ്. സർട്ടൈൻ എന്ന് പറഞ്ഞാൽ ചില മെറ്റലുകളുടെ മേലെ ചില ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസിനെ പുറന്തള്ളും അല്ലേ? ആ മെറ്റൽസിൻ്റെ സർഫസിൽ നിന്ന്, മെറ്റൽസിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ഇലക്ട്രോൺസിനെ പുറത്തേക്ക് വിടും. അതിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. വളരെ എളുപ്പമല്ലേ? വെൻ ലൈറ്റ് ഓഫ് സർട്ടൈൻ ഫ്രീക്വൻസി falls on the surface of certain metals, electrons get ejected from their surface. This phenomenon is called photoelectric effect. ഇങ്ങനെ സർഫസിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. ലൈറ്റ് തട്ടിയിട്ട് പുറത്തേക്ക് വിടുന്ന ഇലക്ട്രോൺസിനെ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നു. ഇനി ഈ ഒരു പ്രതിഭാസം ആദ്യമായിട്ട് കണ്ടെത്തിയത് ഹെൻറിച്ച് റുഡോൾഫ് ഹേർട്സ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് കേട്ടോ. ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നമ്മുടെ ഡെഫിനേഷനിൽ തന്നെ ക്ലിയർ ആണ്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് എന്ന് പറഞ്ഞു. ലൈറ്റ് ഓഫ് സർട്ടൈൻ ഫ്രീക്വൻസി, എല്ലാ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റിനും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ചില ഫ്രീക്വൻസിയുള്ള ലൈറ്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ചില മെറ്റൽസിൽ നിന്ന് മേലെ തട്ടുമ്പോഴാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ എല്ലാ മെറ്റൽസിനും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന ഈ പ്രതിഭാസം കാണിക്കാൻ സാധിക്കില്ല. ചില മെറ്റൽസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഏറ്റവും നന്നായിട്ട് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കുന്ന മെറ്റൽ ഏതാണെന്നറിയോ? സീഷ്യമാണ് ഏറ്റവും നന്നായിട്ട് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? സീഷ്യത്തിനാണ് ഏറ്റവും ലോവസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ഉള്ളത്, അയോണീകരണ ഊർജ്ജം. അതെന്താണ് അത് പറഞ്ഞാൽ? അയോണീകരണ ഊർജ്ജം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ വേണ്ട ഊർജ്ജത്തെയാണ് നമ്മൾ അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണീകരണ ഊർജ്ജം എന്ന് പറയുന്നത്. അത് കുറവ് സീഷ്യത്തിനാണ്. വളരെ കുറച്ച് എനർജി കിട്ടിയാൽ തന്നെ അത് അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അതുകൊണ്ട് സീഷ്യമാണ് ഏറ്റവും നന്നായിട്ട് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കുന്ന മെറ്റൽ. സീഷ്യത്തെ പോലെ തന്നെ മറ്റുള്ള ആൽക്കലി മെറ്റലുകളും ലോ അയോണൈസേഷൻ എൻതാൽപ്പി ഉള്ളതുകൊണ്ട് അവരും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് സീഷ്യമാണ്. പക്ഷേ ആൽക്കലി മെറ്റലായ ലിഥിയം ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കുന്നില്ല. കാരണം ലിഥിയത്തിന് പിന്നെ ഈ അയോണൈസേഷൻ എൻതാൽപ്പി വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ കുറിച്ച് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.